ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. അപ്പൊ ഇപ്പോ എക്സാമിന്റെ പാറ്റേൺസ് ഒക്കെ മാറിയത് കൊണ്ട് തന്നെ 2024 നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പുസ്തകങ്ങൾ സ്കൂൾ ബുക്ക് പഠിക്കേണ്ടത് എന്നാണ് ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. 2024 നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാം, സ്കൂൾ ബുക്കുകൾ എങ്ങനെ എത്ര ഡീറ്റെയിൽ ആയി നമ്മൾ പഠിക്കണം എന്നാണ് ഈ സെക്ഷനിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോ നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് ആദ്യം നമ്മുടെ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഭാഗം 1, സോഷ്യൽ സയൻസ് ഭാഗം 1. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ 1ാമത്തെ ചാപ്റ്റർ ചരിത്രത്തിലേക്ക് എന്നുള്ള ചാപ്റ്റർ ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇതില് ചരിത്രത്തിലേക്ക്. അപ്പോ കണ്ടോ, ഒരു വിദ്യാലയത്തിന്റെ ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചേക്കുന്നു. ലഭിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തു എന്നൊക്കെ കുട്ടികളോട് ഫസ്റ്റ് തുടങ്ങുന്ന കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. നമുക്ക് വേണ്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇനി വിദ്യാലയത്തെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടി. ഇതിനകത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇതിന്റെ ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിച്ചേക്കുവാണ്. അപ്പോ എഴുത്ത് വിദ്യ രൂപപ്പെടുന്നതിന് മുമ്പ് ഒരു ജീവിതം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സ്രോതസ്സുകൾ എങ്ങനെ ലഭിക്കും? ഓക്കെ, അപ്പോ എഴുത്ത് വിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലത്തെ ചരിത്രാതീത കാലം എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? എഴുത്ത് വിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലമാണ് ചരിത്രാതീത കാലം. എഴുത്ത് വിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണ് ചരിത്രാതീത കാലം. അപ്പൊ ചരിത്രാതീത കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുപകരണങ്ങൾ കാണാം. ഇത് കണ്ടോ, ഭീംബേട്ക പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. അപ്പോ ഭീംബേട്ക എവിടെയാണ്? അപ്പൊ ഭീംബേട്കയെ കുറിച്ച് നമ്മൾ അറിയണം. ഭീംബേട്ക. ഇനി പഴയ കാലത്തെ നാണയങ്ങള്, പുസ്തകങ്ങള്, ചെറിയ ചെറിയ ഏടുകൾ പോലത്തത്, താളിയോല ഗ്രന്ഥങ്ങള്, ശിലാലിഖിതങ്ങള്, ഇതൊക്കെയാണ് ചരിത്രാതീത കാലത്തെ നമ്മുടെ ചരിത്രം എഴുതപ്പെട്ട സ്രോതസ്സുകൾ. അപ്പൊ എഴുതപ്പെട്ട വിവരങ്ങളാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഈ എഴുതപ്പെട്ട രേഖകളുള്ള കാലത്തെയാണ് ചരിത്രകാലം എന്ന് പറയുന്നത്. അപ്പൊ എഴുതപ്പെട്ട ഈ രേഖകളുള്ള കാലഘട്ടത്തെ നമുക്ക് എന്ത് വിളിക്കാം? ചരിത്ര കാലഘട്ടം എന്ന് വിളിക്കാം. അപ്പൊ എഴുതപ്പെടാത്ത കാലമാണ് ചരിത്രാതീത കാലം, എഴുതിയ വിവരങ്ങളുള്ള കാലഘട്ടമാണ് ചരിത്രകാലം. ചരിത്രകാലം. ഓക്കെ. അപ്പൊ നമ്മുടെ മ്യൂസിയത്തിലൊക്കെ പോയാൽ ഇത്തരം കാര്യങ്ങൾ പലതും നമ്മൾ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങൾ പണ്ടത്തെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഇത് കണ്ടോ, പാലക്കാട് ജില്ലയിലെ ഒരു കോട്ട. ഈ കാണുന്നത് പാലക്കാട് ജില്ലയിലെ കോട്ടയാണ്. ഇതിന് 200 വർഷത്തിലധികം പഴക്കമുണ്ട്. ഇന്ന് നമ്മൾ നമ്മുടെ പൈതൃക സ്വത്ത് എന്ന രീതിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ ചരിത്ര പ്രാധാന്യമുള്ള പല സ്ഥലങ്ങളും നമ്മൾ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഇങ്ങനത്തെ പാത്രങ്ങള്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൂടക്കല്ല്, നന്നങ്ങാടികൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കും. നമ്മളുടെ നശിപ്പിച്ചു കളയാണ്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. പഴയകാല പാത്രം, പഴയകാല വീട്ടുപകരണം, കാർഷികോപകരണം, താളിയോല, നാണയങ്ങൾ, പഴയ വിളക്കുകൾ, പഴയ ഉപകരണങ്ങൾ, ഇതൊക്കെ മ്യൂസിയത്തിലൊക്കെ ഉണ്ട്. അല്ലാണ്ട് ചിലരൊക്കെ പ്രത്യേകം സൂക്ഷിച്ചു വെക്കാറുണ്ട്. അപ്പൊ എന്താണ് അന്നോ ഡൊമിനി എന്നാണ് നമുക്കിനി അറിയേണ്ടത്. എന്താണ് അന്നോ ഡൊമിനി എന്ന് പറയുന്നത്? അന്നോ ഡൊമിനി എന്ന് വെച്ചാല് ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദത്തിന്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് ലോർഡ്സ് ബർത്ത് എന്നാണ്. ഇൻ ദ ഇയർ ഓഫ് ലോർഡ്സ് ബർത്ത്. അപ്പൊ ക്രിസ്തുവിന്റെ ജനന, യേശു ക്രിസ്തുവിന്റെ ജനന വർഷത്തിൽ എന്നാണിത് സൂചിപ്പിക്കുന്നത്. അന്നോ ഡൊമിനി, AD, നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ജനന വർഷത്തിൽ. ഇനി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 1947 കേരള സംസ്ഥാനം രൂപീകരിച്ചുള്ളത്. 1956 നവംബർ 1. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം 1930 ഒക്കെയാണ്. ഇനി ക്രിസ്തു വർഷത്തെയാണ് നമ്മൾ പൊതുവായിട്ടൊരു കാലം കണ്ടുപിടിക്കാനായിട്ട്, ഏത് വർഷം എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തു ജനനത്തെ അടിസ്ഥാനമാക്കി AD യുമുണ്ട്, BC യുമുണ്ട്. AD യുമുണ്ട്, BC യുമുണ്ട്. ഇതില് ക്രിസ്തു ജനിച്ച വർഷമാണ്
AD, അതായത് ജനിച്ചതിന് ശേഷമുള്ള വർഷം, ക്രിസ്തുവിന്റെ ജനന വർഷം എന്ന് പറയുന്നത് അന്നോ ഡൊമിനിയാണ്. ഇനി ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ്, ബിഫോർ ക്രൈസ്റ്റും ആഫ്റ്റർ ക്രൈസ്റ്റും എന്നുള്ള രീതിയാണ്. അപ്പൊ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം ബിഫോർ ക്രൈസ്റ്റ് അതാണ് BC. ഇനി ഇന്ന് നമ്മൾ ഈ പേരൊന്ന് മാറ്റി, ഈ പേരിന്റെ ഇന്നത്തെ പേരെന്താണ്? ഇത് CE, കോമൺ ഇറ എന്നും, ADക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് CE എന്നാണ്, കോമൺ ഇറ എന്നും, BCE, ബിഫോർ കോമൺ ഇറ എന്നുമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ BC AD, ബിഫോർ ക്രൈസ്റ്റ് അന്നോ ഡൊമിനി എന്നാണ്, ആഫ്റ്റർ ക്രൈസ്റ്റ് അല്ല. ജനനത്തിന് ശേഷമാണെങ്കിലും AD അന്നോ ഡൊമിനി ആണ്. അപ്പോ ഇത് ഇപ്പൊ പേര് മാറ്റി, ഒന്ന് CE കോമൺ ഇറ എന്നും BCE ബിഫോർ കോമൺ ഇറ എന്നും മാറ്റി. അന്നോ ഡൊമിനി ഏത് പദത്തിൽ നിന്ന് വന്നു? ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ആൻസർ. ലാറ്റിൻ പദത്തിൽ നിന്നാണ് അന്നോ ഡൊമിനി വന്നത്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. അപ്പോ ഒരു നൂറ്റാണ്ട് എന്നത് 100 വർഷമാണ്. AD 1 മുതൽ 100 വരെയുള്ള 1-ാം നൂറ്റാണ്ട്. AD 1901 മുതൽ 2000 വരെയാണ് 20-ാം നൂറ്റാണ്ട്. അപ്പൊ 20-ാം നൂറ്റാണ്ട് എന്ന് മുതൽ എന്ന് വരെയാണ്? 1901 മുതൽ 2000 വരെയാണ്. ഏകദേശം ഒരു 100 വർഷമാണ്. അപ്പൊ 21-ാം നൂറ്റാണ്ട് ഇനി എന്ന് മുതലായിരിക്കും? 2001 മുതൽ 3000 വരെ ആയിരിക്കും 21-ാം നൂറ്റാണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? 21-ാം നൂറ്റാണ്ടിലാണ്. 19-ാം നൂറ്റാണ്ടായിരുന്നു, 20-ാം നൂറ്റാണ്ടായി, 21-ാം നൂറ്റാണ്ട്. 2014 എന്ന് പറയുമ്പോൾ 21-ാം നൂറ്റാണ്ട്. അതുപോലെ 47 എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ട്. 1857 ഒക്കെ ഏത് നൂറ്റാണ്ടാണ്? 19-ാം നൂറ്റാണ്ട്. ഇത്രയുമാണ് ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. മനുഷ്യരുടെ പുരോഗതി, ചരിത്രം, ചരിത്രാതീത കാലഘട്ടം, ഇത്രയൊക്കെയുള്ള BC എന്ത്, CE എന്ത്, BCE, CE ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് എന്നതാണ് രണ്ടാമത്തെ ചാപ്റ്റർ. അപ്പൊ ആഹാരം സമ്പാദിക്കാനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനും വേണ്ടി ഈ ആദിമ മനുഷ്യന് എന്താവശ്യമായിരുന്നു? ആയുധങ്ങൾ ആവശ്യമായിരുന്നു. അപ്പൊ മനുഷ്യർക്ക് ആനയുടെ പോലെ വലിയ ശരീരമോ പുലിയുടെ പോലെ കൂർത്ത നഖങ്ങളോ കാട്ടുപോത്തിന്റെ കരുത്തോ ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ നമ്മളെല്ലാരും ആദിമ മനുഷ്യർ കാട്ടിലാണ് ജീവിച്ചത്. അപ്പോ ഇവരെ ആക്രമിക്കാനായി ആന, പുലി, കടുവ, സിംഹം ഒക്കെയുണ്ട്. അപ്പൊ ഇവർക്ക് മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടണം, ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. അപ്പൊ ഏതെങ്കിലുമൊക്കെ ജീവികളെ കൊന്നു തിന്നണം. അതിനൊക്കെ എന്ത് വേണം? ഉപകരണങ്ങൾ വേണം, ആയുധങ്ങൾ വേണം. അപ്പൊ ആദിമ മനുഷ്യർ ഇങ്ങനെ ഈ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചത് ശിലയാണ്. ആദിമ മനുഷ്യർ ഉപകരണമായിട്ട് ഉപയോഗിച്ചത് എന്തിനെയാണ്? ശിലയാണ് ആദിമ മനുഷ്യർ ഒരു ഉപകരണമായി ഉപയോഗിച്ചത്, കല്ലല്ലെങ്കിൽ ശില. അപ്പൊ ആദിമ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവം ശിലയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ നമുക്ക് എന്ത് വിളിക്കാം? ശിലായുഗം എന്ന് വിളിക്കാം. അപ്പൊ ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് ശിലയാണ്. അപ്പൊ ഈ ആദിമ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ച പ്രധാന വസ്തു എന്ന് പറയുന്നത് ശിലയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് അറിയപ്പെടുന്നു. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് എന്താണ്? പ്രാചീന ശിലായുഗം, പാലിയോളിത്തിക് ഏജിനെ കുറിച്ചാണ്. അപ്പൊ ആദ്യം മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് ആദ്യ കാലഘട്ടത്തിൽ പരുക്കൻ കല്ലുകളാണ്. അപ്പൊ ആദ്യം മനുഷ്യർ ആദ്യം ഉപയോഗിച്ചത് എന്ത് കല്ലുകളാണ്? പരുക്കൻ കല്ലുകളാണ് ആദ്യം ഉപയോഗിച്ചത്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? മൃഗങ്ങളെ വേട്ടയാടാന്, മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാന്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക? കുഴിച്ചെടുക്കാൻ, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ പെട്ട സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക? കുഴിച്ചെടുക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചത്. ഇത് കണ്ടോ, ഇങ്ങനത്തെ പരുക്കൻ കല്ലുകളാണ് ഉപയോഗിച്ചത്. ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച ഈ കാലഘട്ടമാണ് നമ്മൾ പ്രാചീന ശിലായുഗം, പാലിയോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. ആയുധങ്ങളായിട്ട്, അവരുടെ ഉപകരണങ്ങളായിട്ട് പരുക്കൻ കല്ലാണോ അവർ ഉപയോഗിച്ചത് എങ്കിൽ ഈ കാലഘട്ടത്തെ പ്രാചീന ശിലായുഗം എന്ന് പറയുന്നു. അപ്പൊ ഈ സമയത്ത് ഇവരുടെ താമസം ഗുഹകളിലായിരുന്നു.
കാട്ടിൽ നിന്ന് കിഴങ്ങുകള്, പഴങ്ങള്, വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ മാംസം, ഇതൊക്കെയാണ് ഇവർ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചത്. ഇനി ഈ സമയത്താണ് ഇവർ തീ കണ്ടുപിടിച്ചത്. തീ കണ്ടുപിടിച്ചത് എന്നാണ്. അപ്പൊ മനുഷ്യര് തീ ഉപയോഗിച്ചു തുടങ്ങിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം മനുഷ്യർ തീ ഉപയോഗിച്ചു തുടങ്ങിയത് പ്രാചീന കാലഘട്ടത്തിലാണ്. പ്രാചീന ശിലായുഗം ഇവർ പരിക്കൻ കല്ലുകൾ ഉപയോഗിച്ചു. മൃഗങ്ങളെ വേട്ടയാടാൻ, മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, കാട്ടുകിഴങ്ങുകൾ കുഴിച്ചെടുക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഗുഹകളിലായിരുന്നു ഇവരുടെ താമസം. ഇങ്ങനെ ഇവർക്ക് എന്ത് ചെയ്യുന്നു, ഈ പ്രാചീനമായിട്ട് പഴങ്ങളൊക്കെ തിന്നാണ് ഇവർ ജീവിച്ചത്, അല്ലെ? അപ്പൊ അങ്ങനത്തെ ഈ ഒരു കാലഘട്ടത്തെയാണ് പ്രാചീന ശിലായുഗം എന്ന് വിളിക്കുന്നത്. പ്രാചീന ശിലായുഗം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? പരിക്കൻ കല്ല് ഉപയോഗിച്ചു. പരിക്കൻ കല്ലുകൾ എന്തൊക്കെ ഉപയോഗിച്ചു? ഉപകരണമായിട്ടും ആയുധമായിട്ടും ഉപയോഗിച്ചു. ഗുഹകളിൽ താമസിച്ചു. ഇനി കാട്ടിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങ്, പഴങ്ങൾ, പിന്നെ വേട്ടയാടിയ മൃഗങ്ങളുടെ മാംസം, ഇതൊക്കെയാണ് ഭക്ഷണമായി ഉപയോഗിച്ചത്. തീയുടെ ഉപയോഗം, ഇത് ഇത്രയുമാണ് നമ്മളുടെ ഒരു പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നവീന ശിലായുഗമാണ്, നിയോലിത്തിക് ഏജ്. കണ്ടോ, ഉപകരണങ്ങളുടെ ഇച്ചിരി മൂർച്ച കൂടി, ഇച്ചിരി നല്ല രീതിയായി. അപ്പോ ഇവർ പിന്നീട് ഉപയോഗിച്ചത് ഇത്തരത്തിലുള്ള ഉപകരണങ്ങളാണ്. അപ്പൊ ഈ ഉപകരണങ്ങളുടെ പ്രത്യേകത കുറച്ചും കൂടെ മൂർച്ചയുള്ള ഉപകരണങ്ങളാണ്. പിന്നെയോ ഈ ഉപകരണങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത നല്ല മിനുസപ്പെടുത്തിയ ഉപകരണങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെ സവിശേഷതയുള്ള ഉപകരണങ്ങൾ, ആയുധങ്ങൾ ഉപയോഗിച്ചതാണ് നവീന ശിലായുഗം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി നവീന ശിലായുഗത്തില്. കണ്ടോ, ഇവര് വസ്ത്രങ്ങളൊക്കെ വരുന്നു. ഇത് കണ്ടോ, മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നു. അപ്പോ ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്തുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവർക്ക് മാറ്റമുണ്ടായി. നവീന ശിലായുഗത്തിൽ എന്തൊക്കെ ചെയ്തു? ഇവര് കൃഷി ചെയ്യാൻ തുടങ്ങി. വാസസ്ഥലങ്ങൾ സ്വന്തമായി ഉണ്ടാക്കി, താമസിക്കാൻ വീടുണ്ടാക്കി, കൃഷി ചെയ്യുന്നു, മൃഗങ്ങളെ ഇണക്കി വളർത്തി. അപ്പൊ ഇതൊക്കെയാണ് നവീന ശിലായുഗത്തിൽ ഇവർ ചെയ്തത്. കൃഷി ചെയ്തു, വാസസ്ഥലങ്ങൾ ഉണ്ടാക്കി, മൃഗങ്ങളെ ഇണക്കി വളർത്തി. അടുത്തത് നമ്മൾ പറയുന്നത് വെങ്കല യുഗത്തെ കുറിച്ചാണ്, ബ്രോൺസ് ഏജ്. അപ്പോ ശില എന്ന് പറയുന്ന, കല്ലെന്ന് പറയുന്ന ആയുധങ്ങളോടൊപ്പം ചെമ്പ്, താമ്രം കൊണ്ടുള്ള ഉപകരണങ്ങളും മനുഷ്യർ ഉപയോഗിച്ചു തുടങ്ങി. കല്ലിനെ അപേക്ഷിച്ച് കൂടുതൽ മൂർച്ചപ്പെടുത്താവുന്നതും രൂപമാറ്റം വരുത്താവുന്നതും സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതുമായിരുന്നു ചെമ്പ്. അപ്പൊ ചെമ്പ് കല്ലിനേക്കാളും കുറച്ചും കൂടെ കൊള്ളാം, അല്ലെ? എന്താണ്, കുറച്ചും കൂടെ മൂർച്ച കൂട്ടാം, കുറച്ചും കൂടെ മിനുസപ്പെടുത്താം, രൂപമാറ്റം വരുത്തി വേറെ പോലെയൊക്കെ ആക്കാം. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഗുണങ്ങളുണ്ട്. കല്ലുകൊണ്ടും ചെമ്പ് കൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടമുണ്ട്. അതാണ് താമ്രശിലായുഗം അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. കല്ലും അതുപോലെ തന്നെ എന്താണ്, ചെമ്പും കൊണ്ടുള്ള ഉപകരണങ്ങൾ വന്നു. അതാണ് ചാൽക്കോലിത്തിക് അല്ലെങ്കിൽ താമ്രശിലാ യുഗം. ഇനി വെങ്കലയുഗം, ബ്രോൺസ് ഏജ് നമ്മൾ കണ്ടു. ക്ലിയർ ആണ്? അപ്പൊ വെങ്കലയുഗം, ബ്രോൺസ് ഏജ്, ശിലയ്ക്ക് ശിലയോടൊപ്പം ചെമ്പ്, ചെമ്പും നമ്മുടെ പാറകളും ഉപയോഗിച്ച് വെങ്കലയുഗം, താമ്രശിലായുഗം എന്നൊക്കെ പറയുന്നു. ഇനി ചെമ്പ് കൂടാണ്ട് ഈയം കണ്ടെത്തി. ഈയം എന്ന് പറയുന്നത് നമ്മുടെ ഈയവും ചെമ്പും ചേർത്താണ് വെങ്കലം അല്ലെങ്കിൽ ഓട് എന്ന സങ്കരം നിർമ്മിച്ചത്. അപ്പോൾ ഈയം അല്ലെങ്കിൽ പറയുന്നത് എന്താണ്? ഈയം അല്ലെങ്കിൽ വെങ്കലം, ഓട്. അപ്പോ ഈ ഈയവും ചെമ്പും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വെങ്കലം അല്ലെങ്കിൽ ഓട് കിട്ടും, ബ്രോൺസ് കിട്ടും. ക്ലിയർ ആണ്? ഈയം കണ്ടെത്തുന്നു, അപ്പൊ ഈയവും ചെമ്പും കൂടെ ചേർത്തു, അതാണ് വെങ്കലയുഗം. അപ്പൊ പ്രാചീന കാലത്തെ മനുഷ്യർ, ആദ്യത്തെ യുഗം എന്താണ്? പ്രാചീന ശിലായുഗമാണ്, നവീന ശിലായുഗമാണ്, അതിനുശേഷം താമ്ര ശിലായുഗമാണ്, പിന്നീടാണ് വെങ്കല യുഗത്തിലേക്ക് വരുന്നത്. പ്രാചീന ശിലായുഗം, നവീന ശിലായുഗം, താമ്രശിലായുഗം, വെങ്കലയുഗം. താമ്രശിലായുഗം എന്ന് പറയുമ്പോൾ ചെമ്പ് പ്ലസ് ശിലകളാണ്. ഇനി വെങ്കല ശിലായുഗത്തിൽ വെങ്കലമാണ് ഉപയോഗിച്ചത്. ചെമ്പ്, ഈയം ഇത് തമ്മിൽ ചേർത്ത് ഓട് അല്ലെങ്കിൽ ബ്രോൺസ് അല്ലെങ്കിൽ വെങ്കലം ഉണ്ടാക്കി അത് വെച്ച് ഉപയോഗിച്ചു. വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളുടെയും
ഉപകരണങ്ങളുടെയും ഉപയോഗം മനുഷ്യനിൽ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി. കൃഷി മെച്ചപ്പെട്ടു, കാർഷികോൽപാദനം വർധനവുണ്ടായി, നദീതടങ്ങളിലെ ഫലഭൂയിഷ്ഠമായ മണ്ണ്, നദികളിൽ നിന്നുള്ള ജലവുമൊക്കെ കാർഷിക വിളവിന് കാരണമായി. അപ്പൊ കൃഷി മെച്ചപ്പെടുന്നു. അപ്പൊ അധികമായി ഉൽപ്പാദിച്ച ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങി. കൈമാറ്റം ചെയ്യാൻ ഒരു പൊതുസ്ഥലങ്ങൾ വന്നു. കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണ ഉപയോഗവും വർദ്ധിച്ചു. അപ്പോ കൃഷി ഒത്തിരിയായി, നല്ല രീതിയിൽ വിളവ് കിട്ടിയപ്പോഴത്തേക്ക് അവർക്ക് ഭക്ഷണത്തിന് ഉപയോഗിച്ചതിന് ശേഷം ഇത് അധികം വന്നപ്പോ ഇവരെന്ത് ചെയ്തു, ഇതൊരു പൊതുസ്ഥലത്ത് കൊണ്ടുപോയി ഇതല്ലാണ്ട് വേറെ കൃഷി ചെയ്യുന്നവർക്ക് അത് കൊടുത്തിട്ട് അവരുടെ സാധനം വാങ്ങിച്ചു. ബാർട്ടർ സംവിധാനം വന്നു. പിന്നെ പുതിയ കാർഷിക ഉപകരണങ്ങൾ കൂടി നിർമ്മിക്കാൻ ഇവർ തുടങ്ങി. നല്ല മിനുസമുള്ള, നല്ല മൂർച്ചയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചപ്പോൾ നല്ല വിളവ് കിട്ടി. അപ്പൊ ഇവർ കൂടുതൽ കൂടുതൽ ഉപകരണങ്ങളിലേക്ക് പോയി. ഒക്കെയാണ്. അപ്പൊ ഈ സമയത്ത് കണ്ടോ, ഇങ്ങനെ ഉരുക്കിയൊക്കെ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നു, ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു, മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നു, സംഭരണം, കൃഷി ചെയ്യുന്നു, വീടുകൾ വെക്കുന്നു. അപ്പൊ ഇഷ്ടിക നിർമ്മാണം, തുണി നെയ്ത്ത് ഒക്കെ തുടങ്ങി. തുണി നെയ്ത്ത് തുടങ്ങി, ഇഷ്ടിക നിർമ്മാണം ഒക്കെ തുടങ്ങി. ഇനി ഇത് കണ്ടോ, കച്ചവടങ്ങൾ, മീൻ കൊടുക്കുന്നു, പാത്രം വാങ്ങിക്കുന്നു. അങ്ങനെ അവർക്കുള്ള കൃഷി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സാധനങ്ങൾ കൈമാറാൻ തുടങ്ങി. ഒരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മറ്റു തൊഴിൽ മേഖലകളിലുള്ളവരുടെ സേവനങ്ങൾ, ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ കൈമാറിയത്. ഈ കൈമാറ്റമാണ് സമൂഹത്തിലെ പരസ്പര ആശ്രയത്വം വളർത്തിയത്. ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തു. കരമാർഗവും കച്ചവട മാർഗവും കടൽ മാർഗവും ഒക്കെ കച്ചവടങ്ങൾ വളർന്നു. അങ്ങനെ ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചു. ഇങ്ങനെ ഇതിനെ നിയന്ത്രിക്കാൻ ഭരണ സംവിധാനങ്ങൾ വന്നു. ഈ ഒരു സമയത്ത് എഴുത്ത് വിദ്യയും രൂപപ്പെട്ടു. അങ്ങനെ വളരെ അധികം വികാസങ്ങൾ വരുന്ന ഒരു സമയമാണ് നമ്മുടെ വെങ്കലയുഗം. ഇതാണ് വെങ്കലയുഗം. അപ്പോൾ ഇവർക്ക് ഒത്തിരി കൃഷി വന്നു, സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങി. അപ്പൊ അമിതമായ സാധനങ്ങൾ വന്നപ്പോൾ കയറ്റി അയക്കാൻ തുടങ്ങി. അപ്പോ എന്ത് ചെയ്തു, പരസ്പരം ആശ്രയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ചു. കരമാർഗം, കടൽ മാർഗം കച്ചവട ബന്ധങ്ങൾ വന്നു, ഗതാഗത സൗകര്യങ്ങൾ വന്നു. അപ്പൊ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഭരണ സംവിധാനങ്ങളും വന്നു. ഇനി നമ്മൾ എന്താണ് മെസോപ്പൊട്ടേമിയൻ സംസ്കാരം എന്ന് പറയുന്നത്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് ഈ നദീതടങ്ങളിലാണ് മെസോപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടങ്ങളിലാണ് മെസോപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. രണ്ട് നദികൾക്ക് ഇടയിലുള്ള പ്രദേശം എന്നാണ് മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം. മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? രണ്ട് നദികൾക്ക് ഇടയിലുള്ള പ്രദേശം എന്നാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് ഈ നദികൾക്ക് ഇടയിലുള്ള പ്രദേശമാണ്. ഇതിനിടയിലാണ് ഈ സംസ്കാരം രൂപപ്പെട്ടത്. അപ്പൊ ഇത് ഇന്നത്തെ ഇറാഖ് എന്ന പ്രദേശമാണ്. അപ്പൊ ഇവിടെ ഒരു ലിപി രൂപപ്പെട്ടു. ഈ ലിപിയുടെ പേരാണ് ക്യൂണിഫോം ലിപി. മെസൊപ്പൊട്ടേമിയയിലാണ് ഇത് രൂപം കൊണ്ടത്. ഈ സംസ്കാരത്തിന്റെ ശേഷിപ്പാണ് സിഗ്റാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ക്യൂണിഫോം ലിപി എന്താണ്? പുരാതനമായ എഴുത്ത് ലിപികളിൽ ഒന്നാണ് ക്യൂണിഫോം ലിപി. സുമേറിലാണ് ഇത് ആരംഭിച്ചത്. ഇതിന് വെഡ്ജ് ഷേപ്പാണ് ഇതിന്. അപ്പൊ എഴുത്ത് പ്രതലം കളിമൺ പാളികളായിരുന്നു. അപ്പോ ഇത് ക്യൂണിഫോം ലിപി, സുമേറിലാണ് ആരംഭിച്ചത്. ഇത് എന്ന് പറയുമ്പോൾ വെഡ്ജ് ഷേപ്പാണ്, ചിത്രലിപിയാണ്, എഴുത്ത് പ്രതലം ഒരു കളിമൺ പാളിയാണ്. ഇനി എന്താണ് സിഗ്റാത്ത്? സിഗ്റാത്ത് എന്ന് വെച്ചാൽ ദേവാലയ സമുച്ചയങ്ങളാണ്. അപ്പൊ ഇതിന്റെ പുറംഭാഗം ചുട്ടെടുത്ത ഇഷ്ടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടോ, ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 25ഓളം സിഗ്റാത്തുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. ദേവാലയ സമുച്ചയങ്ങളാണ്, ആരാധനാലയങ്ങളാണ്. ഊർ എന്ന നഗരത്തില് സിഗ്റാത്ത് ഇന്നും സംരക്ഷിച്ചു പോകുന്നു. ഇനി അടുത്തൊരു സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നത്. ഈജിപ്തിനെ എന്ത് വിളിക്കുന്നു? നമ്മുടെ നൈലിന്റെ ദാനം എന്നാണ് വിളിക്കുന്നത്.
ഹൈറോഗ്ലിഫിക്സ് ലിപി. അപ്പൊ ക്യൂണിഫോം ലിപി ഏതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നത്തെ ഇറാഖ് മെസപ്പൊട്ടോമിയനുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയണം. ഈജിപ്ഷ്യൻ സംസ്കാരത്തില് നൈലിന്റെ ദാനമാണ് ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ് ഇവിടെയുള്ളത്. അപ്പോ ലോകപ്രസിദ്ധ പിരമിഡുകൾ ഇവിടെയുണ്ട്. ഹൈറോഗ്ലിഫിക്സ് ലിപി എന്ന് പറയുമ്പോൾ പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചതാണ്. ചിഹ്നവും അക്ഷരരൂപവും ചേർന്നതാണ്. തടിയും പാപ്പിറസുമാണ് എഴുതാൻ ഉപയോഗിച്ച പ്രതലം. ഇനി പിരമിഡ് എന്താണ്? ഈജിപ്തിലെ ഭരണാധികാരികൾ, അവിടുത്തെ രാജാക്കന്മാർ, അവരെ ഫറാവോ എന്നാണ് വിളിക്കുന്നത്. ഇവരെ അടക്കം ചെയ്ത ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. അപ്പൊ കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡാണ് ഇവയിൽ ഏറ്റവും വലുത്. ആര് നിർമ്മിച്ച പിരമിഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ്? കുഫു എന്ന രാജാവ് നിർമ്മിച്ച ഗിസയിലുള്ള പിരമിഡാണ് ഏറ്റവും വലുത്. ഈജിപ്ഷ്യൻ സംസ്കാരം കണ്ടു, ഹൈറോഗ്ലിഫിക്സ് ലിപി കണ്ടു, പിരമിഡ് കണ്ടു. മെസപ്പൊട്ടോമിയൻ സംസ്കാരം കണ്ടു, രണ്ട് നദികൾക്കിടയിലുള്ള സംസ്കാരം, അവിടെ ഇറാഖിലാണ്, ക്യൂണിഫോം ലിപിയും കണ്ടു. ക്ലിയർ ആണ്? അതുപോലെ ഉർ എന്താണ്, സിഗ്രാത്ത് എന്താണ് എന്ന് നമ്മൾ കണ്ടു. ദേവാലയങ്ങളാണ് സിഗ്രാത്ത്. ഇനി ചൈനീസ് സംസ്കാരമാണ്. ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം. വെങ്കലയുഗത്തിൽ രൂപപ്പെട്ടതാണ്. ചൈനീസ് ലിപിയാണ് ഇവിടെ ഇന്നും. നമ്മുടെ ചൈനക്കാർ ഇതിനകത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തി ഇന്നും ഈ ചൈനീസ് ലിപി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഹൊയാങ്ഹോ നദീതടത്തിലാണ് രൂപപ്പെട്ടത്. വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ അവർ വിദഗ്ധരായി. കണ്ടോ, ചൈനീസിലെ വെങ്കല പ്രതിമ പണ്ട് നിർമ്മിച്ചതാണ്. അവർ വളരെ വിദഗ്ധരായി. ഇനി നമ്മുടെ ഇന്ത്യയിലെ ഹാരപ്പൻ സംസ്കാരമാണ്. എല്ലാ നദിയുടെയും തീരങ്ങളിലാണ് ഓരോ സംസ്കാരങ്ങൾ രൂപപ്പെട്ടത്. സിന്ധു നദീതടത്തിലാണ് ഹാരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ചത്. ഈ പ്രദേശങ്ങൾ ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ്. ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ്. അപ്പോ ഹാരപ്പയിലെ നഗരാസൂത്രണം മികച്ചതായിരുന്നു. അക്കാലത്ത് തെരുവുകൾ, അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ, കച്ചവട കേന്ദ്രങ്ങൾ, ചൂടുകട്ടകൾ, നമ്മുടെ ചൂടുകട്ടയിലെ ഇഷ്ടികകൾ, അപ്പൊ അങ്ങനത്തെ വലിയ 2-3 നിലകളിലുള്ള ഇങ്ങനത്തെ വീടുകൾ, ആധുനിക ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന പല പ്രത്യേകതകളും നമ്മുടെ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഹാരപ്പയിലെ ജനങ്ങൾക്ക് എഴുത്തുവിദ്യ അറിയാമായിരുന്നു. ഇനി മോഹൻജദാരോ, ഹാരപ്പ, കാലിബംഗൻ, ലോഥല് ഇതൊക്കെ സിന്ധു നദീതടത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ്. ഇനി നമ്മൾ മഹാസ്നാനഘട്ടം, ഗ്രേറ്റ് ബാത്ത് എന്താണെന്ന് പറയുന്നു. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന ശേഷിപ്പുകളിൽ ഒന്നാണ് മഹാസ്നാനഘട്ടം. മോഹൻജദാരോയിലാണ് ഇത് നിലനിൽക്കുന്നത്. അപ്പൊ നവീന ശിലായുഗത്തിൽ നിന്ന് വെങ്കല ശിലായുഗത്തിൽ എത്തുമ്പോഴത്തേക്ക് ഭയങ്കരമായൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൃഷി, മൃഗപരിപാലനം, താമസം ഇതൊക്കെ മാറി നദീതട സംസ്കാരങ്ങൾ വന്നു. ലോകത്താകമാനം വലിയ വലിയ സംസ്കാരങ്ങൾ ഉടലെടുത്തു. അപ്പൊ ഈ ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ നമുക്ക് സിലബസ് പ്രകാരം ഇല്ലെങ്കിലും സ്കൂൾ ബുക്കിലെ വെറും 5ാം ക്ലാസ്സിന്റെ കാര്യമാണ്. അപ്പൊ അത് ചോദിച്ചാൽ നമ്മൾ ഉത്തരം എഴുതാൻ ബാധ്യസ്ഥരാണ്. നമ്മളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? LDC എഴുതുന്ന ഒരാളുടെ ക്വാളിഫിക്കേഷൻ 10 ആണ്. അപ്പൊ അതുവരെയുള്ള ഏതും നമ്മൾ ഉത്തരം എഴുതാൻ ബാധ്യസ്ഥരാണ്. ഇനി നമ്മുടെ കുടുംബം, 3ാമത്തെ ചാപ്റ്റർ ഇതാണ്. നമ്മുടെ കുടുംബം. വീട്ടിൽ അച്ഛൻ, അമ്മ, അമ്മുമ്മ, അപ്പൂപ്പൻ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് അല്ലെ? അങ്ങനെ ഒരാളുടെ കുടുംബത്തില് ഒരുപാട് പേരുണ്ടെങ്കിൽ എന്താണ് വിളിക്കുന്നത്? വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്, അത് ചേർന്ന് സമുദായമാകുന്നു, പിന്നെ സമൂഹമാകുന്നു അല്ലെ? അപ്പോ നമുക്ക് വേണ്ടത്, നമ്മൾ ജനിച്ചിടം മുതൽ നമ്മളുടെ വളർച്ചയെല്ലാം നോക്കുന്നത് ആരാണ്? കുടുംബമാണ്. നമ്മുടെ വളർച്ചയില്, പെരുമാറ്റത്തിലൊക്കെ കുടുംബത്തിന്റെ പങ്ക് വളരെ വലുതാണ് അല്ലെ? അങ്ങനെ പല കുടുംബങ്ങൾ ചേരുമ്പോൾ എന്തുണ്ടാകുന്നു? സമുദായങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ കുറെ സമുദായങ്ങൾ ചേരുമ്പോൾ സമൂഹം ഉണ്ടാകും. വ്യക്തികൾ കുറച്ചു പേര് ചേരുമ്പോൾ കുടുംബമാകും. കുടുംബം കുറച്ച് ചേരുമ്പോൾ സമുദായമാകും. കുറെ സമുദായങ്ങളുടെ ഗ്രൂപ്പാണ് സമൂഹം എന്ന് പറയുന്നത്. സമൂഹത്തിലെ ചിട്ടകള്, മര്യാദകള്, ജീവിത രീതികള് ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. നമ്മൾ വീട്ടില് വെറും ഒരു പൊടിക്കുഞ്ഞ് 2 വയസ്സ് മണ്ണ് വാരി തിന്നുമ്പം ചെയ്യരുത് മോനെ എന്ന് പറയും അല്ലെ? മണ്ണ് ചെയ്യരുത്, തീ തൊടരുത്, ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നും പഠിപ്പിച്ചു വരുന്നത് വീട്ടിൽ നിന്നാണ്. പിന്നെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇങ്ങനത്തെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ആരാണ്? നമ്മൾ നോക്കുന്ന നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ബന്ധുക്കളും അല്ലെ? കുടുംബമാണ്. സ്നേഹം തരുന്നു, സുരക്ഷിതത്വം നൽകുന്നു.
സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അവ വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ്. ഇപ്പൊ നമുക്ക് ചുറ്റുമുള്ളവരെ ബഹുമാനിക്കാനും എങ്ങനെയാണ് സംസാരിക്കേണ്ട രീതികൾ ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് വീടാണ്. അതുകൊണ്ടാണ് കുടുംബത്തെ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അപ്പോ ഒരു വ്യക്തി ആദ്യം എല്ലാ കാര്യങ്ങളും പഠിച്ചു തുടങ്ങുന്നത് കുടുംബത്തിൽ നിന്നാണ്. ക്ലിയർ ആണ്? അപ്പോ നമ്മൾ കുടുംബത്തിന്റെ കാര്യം കണ്ടു. അപ്പോ രക്തബന്ധങ്ങളുള്ളവരാണ് അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഇതൊക്കെ രക്തബന്ധമാണ്. വിവാഹത്തിലൂടെ ആളുകളും നമ്മളിലേക്ക് എത്താറുണ്ട്, പക്ഷെ അത് രക്തബന്ധമല്ല, അല്ലെ? പിന്നെ നമുക്ക് പരിചയക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. മക്കളില്ലാത്തവര് ദത്തെടുത്ത് വളർത്താറുമുണ്ട്. അപ്പൊ ഇത് കണ്ടോ, ഇതാണ് അണുകുടുംബം. അച്ഛൻ, അമ്മ, മക്കൾ, ഇത് മാത്രമാണെങ്കിൽ അണുകുടുംബം എന്നാണ് ഇതിനെ പറയുന്നത്. അച്ഛനമ്മ മക്കൾ മാത്രം. എന്നാൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, കണ്ടോ, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെയോ അപ്പൂപ്പനും അമ്മുമ്മയും ഉണ്ട്, അച്ഛൻ്റെ അനിയനും ഭാര്യയും ഉണ്ട്. അപ്പൊ ഈ അപ്പൂപ്പന്റെ അമ്മുമ്മയുടെയും ഫുൾ ബന്ധുക്കള്, അപ്പൂപ്പൻ, അമ്മുമ്മ, പിന്നെ അവരുടെ 2 മക്കൾ, അവരുടെ ഭാര്യമാര്, കുട്ടികൾ, ഇത്രയും പേരുണ്ടെങ്കിൽ വിസ്തൃത കുടുംബം എന്ന് പറയാം. ഇനി കൂട്ടുകുടുംബം എന്താന്ന് ചോദിച്ചാൽ ഒരു വീട്ടിലെ മുഴുവൻ ആളുകളിലും, കണ്ടോ, അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്, അവരുടെ മക്കളുകൾ മുഴുവനും, അവരുടെ ഭാര്യമാര് മുഴുവന്, അങ്ങനെ ഇഷ്ടംപോലെ ആളുകളാണെങ്കിൽ കൂട്ടുകുടുംബം. നിങ്ങൾ അണുകുടുംബം, കൂട്ടുകുടുംബം കണ്ടിട്ടുണ്ട്, പക്ഷെ വിസ്തൃത കുടുംബം കണ്ടിട്ടില്ലായിരിക്കും. അപ്പൊ അച്ഛനും അമ്മയും മക്കളും മാത്രമാണെങ്കിൽ അണുകുടുംബമാണ്. കുറച്ചു പേരും കൂടെ ഉണ്ടെങ്കിൽ, ഈ അച്ഛനും അനിയനും ഭാര്യയും കൂടെ ഉണ്ടെങ്കിൽ അത് വിസ്തൃത കുടുംബമാണ്. അവരുടെ മക്കളും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ ഒരു വീട്ടിലെ ഒരുപാട് അംഗങ്ങൾ, എല്ലാ മക്കളും, അവരുടെ മരുമക്കളും, അവരുടെ കൊച്ചുമക്കളും എല്ലാരും കൂടി ഇരിക്കുകയാണെങ്കിൽ അതാണ് കൂട്ടുകുടുംബം. ഓക്കെയാണ്. അച്ഛനും അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ എങ്കിൽ അത് അണുകുടുംബമാണ്, ന്യൂക്ലിയർ ഫാമിലി. അച്ഛനും അമ്മയും മക്കളും അവരുടെ കുടുംബവുമാണുള്ളത്. അത് അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതിനെയാണ് വിസ്തൃത കുടുംബം എന്ന് പറയുന്നത്. അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിച്ചാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? വിസ്തൃത കുടുംബം എന്ന് പറയാം. അപ്പോ അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നു. ഈ അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതിനെയാണ് വിസ്തൃത കുടുംബം, എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ഇനി 3-4 തലമുറ ആളുകൾ ഒന്നിച്ച് താമസിക്കുകയാണ്. 3-4 തലമുറ ആളുകൾ ഒന്നിച്ച് താമസിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? ജോയിന്റ് ഫാമിലി അല്ലെങ്കിൽ കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. അച്ഛനും അമ്മയും മക്കളും മാത്രമേ ഉള്ളുവെങ്കിൽ ന്യൂക്ലിയർ ഫാമിലിയാണ്, അണുകുടുംബമാണ്. ഇനി അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നു, അച്ഛനും അമ്മയും അവരുടെ കുടുംബവുമാണ് ഉള്ളതെങ്കിൽ അത് വിസ്തൃത കുടുംബമാണ്. 3-4 തലമുറ ഒന്നിച്ച് താമസിക്കുകയാണെങ്കിൽ കൂട്ടുകുടുംബമാണ്. ഓക്കെ, ഇതാണ് കുടുംബം. അപ്പൊ കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പര സ്നേഹം, പരസ്പര ബഹുമാനം, സഹകരണം, ഇതൊക്കെ വരുന്നു. ക്ലിയർ ആണ്? അപ്പോ വീട്ടു ജോലികളൊക്കെ ഒരുമിച്ച് നമുക്ക് ഷെയർ ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. സാധനങ്ങളൊക്കെ വാങ്ങലും മുറ്റം വൃത്തിയാക്കലും, ഇതൊക്കെ നമുക്ക് ഒരുപാട് ജോലികളുണ്ട്, അതെല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണ്? ഇനി കൂട്ടായ പ്രവർത്തനങ്ങളാണ് കുടുംബത്തിന്റെ കെട്ടുറപ്പിന് അനിവാര്യം. ഈ ബോധമാണ് കുടുംബത്തെ നിലനിർത്തുന്നത്. ഇനി കുടുംബത്തിന്റെ ധർമ്മങ്ങൾ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇങ്ങനത്തെ ശരിയായ ആവശ്യങ്ങൾ എല്ലാവർക്കും ഈക്വലായി നൽകണം. എല്ലാവർക്കും സ്നേഹമുണ്ട്, പരസ്പര ആശ്രയത്വം, സഹകരണ മനോഭാവം നല്ല വ്യക്തികളാക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി അച്ചടക്കം, മര്യാദ, പങ്കുവെക്കൽ, ഷെയറിങ്, ഈ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. നമുക്ക് വയ്യായ്മ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടുകാർ നോക്കത്തില്ലേ? നമുക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നില്ലേ? അപ്പൊ ഇതൊക്കെ നമുക്ക് സ്നേഹം തരുന്നതൊക്കെ എന്താണ്? കുടുംബമാണ്. അപ്പൊ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഇത്രയുമാണ് കുടുംബത്തെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അങ്ങനെ ഒരുപാട് പോയിന്റ്സ് ഒന്നുമില്ല. എന്താണ് അണുകുടുംബം, എന്താണ് വിസ്തൃത കുടുംബം, എന്താണ് കൂട്ടുകുടുംബം, കുടുംബത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നു, എന്താണ് സമുദായം, എന്താണ് സമൂഹം, ഇത്രയൊക്കെ പഠിച്ചാൽ മതി. അടുത്തത് കരുതലോടെ ചെലവിടാം. അപ്പോ കരുതലോടെ ചെലവിടാം എന്നതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. കുടുംബങ്ങൾക്ക് വരുമാനം കിട്ടുന്നു, അല്ലെ? വരുമാനം, നമുക്ക് പൈസ ഉണ്ടെങ്കിലല്ലേ ജീവിക്കാൻ പറ്റൂ. വരുമാനം കിട്ടണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഏതെങ്കിലും തൊഴിൽ ചെയ്യണം. തൊഴിലിന്റെ നമ്മൾ എന്ത് ചെയ്യണം? വരുമാനം ലഭിക്കുന്നതിന് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ ഇടപെടലിൽ ഏർപ്പെടണം. തൊഴിലിന്റെ പ്രതിഫലം ഒന്നെങ്കിൽ കൂലിയായിരിക്കും, അല്ലെങ്കിൽ ശമ്പളമായിരിക്കും. തൊഴിലിന്റെ പ്രതിഫലം ഒന്നെങ്കിൽ കൂലിയായിരിക്കും, അതുമല്ലെങ്കിൽ ശമ്പളമായിരിക്കും. ഓക്കെ ആണോ? അപ്പൊ തൊഴിലിന്റെ പ്രതിഫലം കിട്ടി. കുടുംബത്തിന്റെ വരുമാന സ്രോതസ്സാണ് തൊഴില്.
വരുമാനം വ്യത്യസ്ത രീതിയിൽ ലഭിക്കുന്നു. അതുപോലെ തന്നെ വരുമാനം ലഭിക്കുവാനുള്ള മാർഗങ്ങളും വ്യത്യസ്തമാണ്. ഓക്കെ ആണ്. അപ്പോൾ പലർക്കും പല ജോലിയായിരിക്കും, അതിനനുസരിച്ചായിരിക്കും അവർക്ക് അവരുടെ വരുമാനങ്ങളും ലഭിക്കുന്നത്. ഇനി ഒരു കുടുംബം എടുക്കുമ്പോൾ ചിലപ്പോൾ അപ്പൂപ്പൻ അമ്മൂമ്മയ്ക്ക് ജോലി കാണത്തില്ല, അവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് ജോലി കാണത്തില്ല, അച്ഛനും അമ്മയ്ക്കും ജോലി കാണും. അപ്പൊ അവരുടെ വരുമാനങ്ങൾ കൂടുകയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ക്ലിയർ ആണ്. ഇനി കുടുംബ വരുമാനം കച്ചവടത്തിൽ നിന്ന്, സർക്കാർ ജോലിയിൽ നിന്ന്, കെട്ടിടം വാടകയിൽ നിന്ന്, ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന്, കെട്ടിട നിർമ്മാണ ജോലിയിൽ നിന്ന്, മഹിളാ പ്രധാന ഏജന്റ് കമ്മീഷൻ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ലഭിക്കാറുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെലവ്? നമുക്ക് കുടുംബത്തില് പൊതുവായ ആവശ്യങ്ങളുണ്ട് അല്ലെ? അംഗങ്ങളുടെ വ്യക്തിപരമായ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകും. ഭക്ഷണം വേണം, നല്ല വസ്ത്രം വേണം, നല്ല പാർപ്പിടം വേണം, നല്ല വെള്ളം വേണം, ഇപ്പൊ പഠനത്തിന് വേണം ചിലവ്, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ കാണും. ചില ചിലവുകളൊക്കെ അത്യാവശ്യമാണ്, ചിലതൊക്കെയോ കിട്ടിയാ കൊള്ളാം അല്ലെ? നമുക്കൊന്ന് ടൂർ പോകാൻ ആഗ്രഹമുണ്ട്, ഇച്ചിരി ഒന്ന് അടിച്ചു പൊളിച്ച് താമസിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ ചിലതൊക്കെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വലിയ അത്യാവശ്യമില്ല, ആഡംബരമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നിശ്ചയിക്കും ഏതാണ് അത്യന്താപേക്ഷിതം. ഇപ്പൊ ഒരാൾക്ക് വയ്യ, അസുഖമാണ്, അത്യന്താപേക്ഷിതമായി പൈസ ചെലവാക്കിയേ പറ്റൂ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി പൈസ ചെലവാക്കേണ്ടി വരും. ഇനി നമ്മുടെ വീട്ടിലെ കുട്ടിക്ക് ബർഗർ തിന്നാൻ ആഗ്രഹം, അപ്പൊ ഇന്ന് വാങ്ങിച്ചു കൊടുത്തിലും കുഴപ്പമില്ല, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇന്ന് തിന്നണ്ട എന്ന് പറയാം. അപ്പൊ നമ്മൾ തന്നെ തീരുമാനിക്കണം ഏതാണ് ചെലവ് അത്യന്താപേക്ഷിതം എന്ന് നോക്കണം. ഒരുപാട് ചിലവുകളുണ്ട്. ഭക്ഷണ ചിലവ്, വായ്പാ ചിലവ്, ആശുപത്രി ചിലവ്, വസ്ത്രം വാങ്ങാനുള്ള ചിലവ്, യാത്രാ ചിലവ്, ഇങ്ങനെ പലതരത്തിലുള്ള ചിലവുകളുണ്ട്. ദൈനംദിനങ്ങളിൽ നമുക്ക് ഇഷ്ടംപോലെ ചിലവുകൾ വന്നുകൊണ്ടിരിക്കും. അപ്രതീക്ഷിതമായ അപകടം, പ്രകൃതി ദുരന്തം, രോഗങ്ങൾ, ഇതുമൂലമുള്ള അപ്രതീക്ഷിത ചിലവുകളുമുണ്ട്, പ്രതീക്ഷിത ചിലവുകളുമുണ്ട്. ചില ചിലവുകൾ നമുക്ക് സ്ഥിരമായി അറിയാം, ഭക്ഷണ ചിലവ്, വസ്ത്രം വാങ്ങാനുള്ള ചിലവ്, ഇതൊക്കെ പ്രതീക്ഷിതമാണ്. എന്നാൽ അപകടം പോലുള്ള ചിലവുകൾ എന്താണ്? അപ്രതീക്ഷിതമായ ചിലവുകളാണ് അപകടം പോലുള്ള ചിലവുകൾ. ഓക്കെയാണ്. ഇനി സാമ്പത്തികം, സുരക്ഷിതത്വം. ഇപ്പൊ കൂടുതൽ ചിലവുണ്ടാകുന്നത് കുടുംബത്തിലെ പ്രതിസന്ധി കാരണമാക്കും. 1000 രൂപ ഒരാൾക്ക് വരുമാനമുണ്ട്, 1200 രൂപ ചെലവാക്കണം, പ്രശ്നങ്ങളിലേക്ക് പോത്തിലേക്ക് കടം വാങ്ങിക്കേണ്ടി വരും. അപ്പൊ ചെലവ് വരുമാനത്തെക്കാളും കുറവാക്കണം, അത് മിച്ചമുണ്ടാക്കുന്നു. മിച്ചം വയ്ക്കുന്ന തുക കുടുംബത്തിന്റെ സമ്പാദ്യമാണ്. സാമ്പത്തിക സുരക്ഷ ഉറപ്പ് വരുത്തുന്നത് സമ്പാദ്യമുണ്ടെങ്കിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവെക്കാൻ സാധിക്കും. അപ്പോ നമുക്ക് പലതരത്തിലുള്ള ചിലവുകൾ കാണാൻ സാധിക്കും. ചിലർക്ക് വരുമാനവും ചിലവും തുല്യമായിരിക്കും. അപ്പോ ഇത് തുല്യമാണെങ്കിൽ ഇതെന്താണ്? ഇവർക്ക് വലിയ പ്രശ്നമില്ലല്ലേ, കിട്ടുന്നത് ചിലവാക്കി പോവുകയാണ്. ചിലർക്ക് വരുമാനം കൂടുതലായിരിക്കും, ചിലവ് കുറവായിരിക്കും, അപ്പൊ ഇവർക്ക് സമ്പാദ്യം കൂടുതലാണ്. വരുമാനം കുറവും ചിലവ് കൂടുതലുമാണെങ്കിലോ ഇത് അമിത ചിലവുകളാണ്, ഇവർക്ക് എന്താണ്? പ്രശ്നമാണ്, കടമൊക്കെ വാങ്ങിച്ച് പോകേണ്ടി വരും. അപ്പോ ധാരാളം ഉൽപ്പന്നങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്, ഒരുപാട് പരസ്യങ്ങളുണ്ട്. ഈ പരസ്യങ്ങളൊക്കെ പ്രേരണയായി നമ്മൾ വേണ്ടാത്തത് ഒക്കെ വാങ്ങിച്ചു കൂട്ടിയാൽ നമ്മൾ ഇങ്ങനത്തെ പ്രലോഭനങ്ങളിലൊക്കെ വീഴാതെ നോക്കണം. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങിക്കാവൂ. ഇങ്ങനത്തെ ഒരു സ്വഭാവ സവിശേഷതയാണ് മിതവ്യശീലം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ആഡംബര വസ്തുക്കളൊക്കെ ഉപേക്ഷിച്ച് നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രമായി ഒതുങ്ങി ജീവിക്കണം. ഭക്ഷ്യവസ്തുക്കളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ച് നമുക്ക് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പഠിച്ചാൽ കടമില്ലാണ്ട് മുന്നോട്ട് പോകാം. ഇനി കുടുംബ ബഡ്ജറ്റ്, ചിലര് വരവും ചെലവും ഒക്കെ കൂട്ടി എന്താണ് വരവ്, എത്ര രൂപയാണ് ചിലവ്, ഇങ്ങനെ കൃത്യമായി എഴുതിയൊക്കെ തയ്യാറാക്കും. ഇങ്ങനെ എത്ര രൂപ എല്ലാ ദിവസവും ചിലവായി, ഇങ്ങനെ തയ്യാറാക്കും. ഇതിനെയാണ് വരവ് ചെലവ് കുടുംബ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെന്റ് ബഡ്ജറ്റ് നോക്കുന്നത് പോലെ ഇവിടെ കുടുംബ ബഡ്ജറ്റ് നോക്കാറുണ്ട്. ക്ലിയർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്